സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഒരു വാർഡിലെ കൗൺസിലർ തന്റെ വാർഡിലെ ജനങ്ങൾക്ക് കൊടുത്തൊരു സർപ്രൈസിന്റെ കഥ കേൾക്കണം. നിങ്ങൾക്ക് ഈ സർപ്രൈസ് കാണാനായിട്ട് ഞാനും വന്നിട്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊയിലാണ്ടി കൊല്ലം പാറപ്പള്ളി ബീച്ചിലാട്ടോ. ഇത് സർപ്രൈസ് കിട്ടാനായിട്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെ കൗൺസിലർ കാര്യമായിട്ട് വിളിക്കുന്നുണ്ട്. എന്താ സർപ്രൈസ് നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ, കാത്തിരിപ്പിന് വിരാമം ഇട്ടിട്ട് നമ്മളെ സർപ്രൈസിന്റെ വണ്ടി ഇതാ വന്നോണ്ടിരിക്കാണ്. എന്തായാലും ആൾക്കാരൊക്കെ ആകാംക്ഷയോടെ കാത്തു നിൽക്കാണ്. അപ്പൊ ടിപ്പർ ഇതാ വന്നോണ്ടിരിക്കാണ്. ചക്ക വണ്ടിയാണ് മക്കളെ, ചക്കയും കൊണ്ടാ വന്നിട്ടത്. എന്താണ് ഇതൊരു അടിപൊളി സർപ്രൈസ് തന്നെ കേട്ടോ. കാരണം നമ്മൾ ഈ ഭാഗത്തൊന്നും ചക്ക അങ്ങനെ അത്ര ഇല്ലാത്തതുകൊണ്ട് ഇത് ഒരു രക്ഷയില്ല. അപ്പൊ ഒരു ലോഡ് ചക്കയാണ് നമ്മളെ കൗൺസിലർ നമ്മളെ ജനങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിട്ട്. എന്തായാലും സംഭവം അടിപൊളിയാണ്. സാധാരണ മെറ്റലും പോയൊക്കെ ഇങ്ങനെ ഇറക്കുന്നതാണ്. ഇത് ജീവിതത്തിലാദ്യമായിട്ട് എങ്ങനെ ചക്ക ഇത്രയും ലോഡ് കണക്കി ഇറക്കുന്നത്. എന്തായാലും ഇതൊരു സംഭവം തന്നെ കേട്ടോ മക്കളെ. ഇതിങ്ങനെ ഇറക്കിയിടാൻ നേരല്ല അപ്പനെ കിട്ടല്ലോ ഭാര്യ പിടുത്തേനെ ചക്കക്ക് ഇത്രക്ക് ഡിമാൻഡ് ഉണ്ട് ചക്ക എന്നുള്ളത് ഞാൻ ഇന്ന് ആദ്യമായിട്ട് മനസ്സിലായിരുന്നു. കാരണം നമ്മളിപ്പോ പല വഴിക്കും പോകുമ്പോൾ ചക്ക ഇങ്ങനെ പ്ലാവിന്റെ മുകളിൽ ഇഞ്ഞൊന്ന് എടുക്കുന്ന പോലെ നിൽക്കല്ലാണ്ട് ഒരാളും തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇത്രക്കും ആരാധകരുണ്ടെന്നുള്ളത് ഇന്നാ മനസ്സിലായത് മക്കളെ. എന്തായാലും നമ്മളെ കൗൺസിലർക്ക് ഉണ്ടല്ലോ ഒരുപാട് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ചക്ക കണ്ട സന്തോഷങ്ങൾ കണ്ടില്ലേ? എന്തായാലും ചക്ക ഇങ്ങോട്ട് കൊണ്ടുവന്ന ആ ഒരു ടീമിനുണ്ടല്ലോ ഒരുപാട് സന്തോഷമായി. ഇവിടെ ഇത് ചെരിഞ്ഞ പാടിനെ ആൾക്കാരെന്താണെങ്കിലും ഒന്നിച്ച് വന്നിട്ട് ചാക്ക് കണക്കിന് എടുത്തു കൊണ്ടുവരാം. നല്ല സ്വീകരണം നമുക്കിപ്പോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. ഇപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ മലയോര മേഖലയിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനം ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പൊ അതില് അവിടെ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷെ അതും അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ആരും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ നശിച്ചു പോവുകയാണ്. പക്ഷെ ഇവിടെ നല്ല ഡിമാൻഡായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ കോഴിക്കോട് ടൗണിന്റെ വലുപ്പത്ത ഭാഗങ്ങളിൽ ഞങ്ങളുടെ മലയോര മേഖലയിൽ നിന്ന് ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ട് ഈ ചക്ക വിതരണം നടത്തുകയുണ്ടായി. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചത്. അപ്പൊ ഇത്രയും ചക്ക കിട്ടിക്കഴിഞ്ഞാല് എന്തൊക്കെ ഉണ്ടാക്കാൻ ചോദിച്ചപ്പോ നമ്മളെ ഉമ്മമാർക്കല്ലോ 100 നാവാണ്. ചക്ക വരകൂ, ചക്ക പൊരിക്കൂ, ചക്ക കറി വെക്കൂ. ചക്ക ആണ് നമ്മളെ കാര്യപ്പെട്ട ചക്ക. അത് നമ്മളെ ഉമ്മാവലുള്ളവരോ ഏത് വേണമെങ്കിലും പോയി വാങ്ങിക്കൊണ്ടുവരും. ചക്ക കിട്ടാൻ പണിയാ. ചക്ക കൊണ്ട് ഒരുപാട് സാധനം അലുവ ഉണ്ടാക്കാം, പിന്നെ ഉപ്പേരി ഉണ്ടാക്കാം, ചക്ക പെരിയത് ഉണ്ടാക്കാം, ചക്ക പുഴുക്കുണ്ടാക്കാം, എല്ലാ സാധനം ഉണ്ടാക്കാം. ചക്ക മൂസിട്ട് പൊരിക്കും, ഉപ്പുമുളകും തേച്ചിട്ട് പൊരിക്കും. ചക്ക കൊണ്ട് പായസം വെക്കും. ചക്ക കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി നിങ്ങള്? ചക്ക കൊണ്ട് എന്തായാലും ചക്കനെ പറ്റി ഞാൻ പലയിടത്തും അഭിപ്രായം ചോദിച്ചപ്പോ ചക്ക പണ്ട് കാലത്ത് ഒരുപാട് ആൾക്കാരുടെ വിശപ്പ് അടക്കിയ ഒരു സാധനമാണ് കേട്ടോ. അതുകൊണ്ട് കേട്ടപ്പോ ചക്കനോടൊരു വല്ലാത്തൊരു ബഹുമാനം തോന്നി. ഞാളിങ്ങനെ ചക്കക്ക് പ്രതീക്ഷിച്ചിരുന്നതാ. പഴയകാലം ചക്കന്റെ ഇതാണ്. രാവിലെ ചക്കാണ് എല്ലാവർക്കും ചായക്ക് കടിയാക്കുക. ഇപ്പൻ അതൊന്നും മക്കൾക്ക് പിടിക്കില്ല. വരലിട്ട് ചായക്ക് കൂട്ടു, ചക്ക പുഴുക്കുണ്ടാക്കൂ. നാളെ 10 മണിക്കെല്ലാം ചക്ക പുഴുക്കുണ്ടാക്കി കഴിക്കൂ. എല്ലാരും 2-3 നാള് വേണ്ട ഇത് മുറിച്ചിടും. എല്ലാ ജാതി ഉമ്മ ആക്കി തരും. ഞാള് ഉണ്ടാകുന്നോ ചോദിക്കാ മോനെ. വിശപ്പ് കെട്ട ഇതിനെ കൊണ്ടാ ഞാള് എത്ര അടുത്ത് പോയിട്ട് ചക്ക ഉണ്ടായിട്ട് കഴിഞ്ഞിക്ക്. ഇതും കൂടി കേട്ടപ്പോ വല്ലാത്തൊരു വിഷമമായി. എന്തായാലും സ്ഥലത്തെ പ്രധാനികളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാരും ചക്ക കളക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട്. എല്ലാ മെയിൻ ആൾക്കാരും വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ വെച്ചാൽ നമ്മളെ മനസ്സ് വിഷമമായി പോയല്ലോ. ഇനി മനസ്സിനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഒരു ചക്ക പാട്ട് കൂടി കേൾക്കാം. ചക്ക ചൊല്ലല്ലാടി ചക്ക മക്കൈ വക്കല്ലാടി ഇല വെച്ച് മുറിക്കുന്ന വാരിക്ക ചക്ക. ചക്കയും തേനിൽ മുക്കി തിന്നേരം കഞ്ഞിക്കിട്ട പീര പോലെ അമ്മായിയും വന്ന് ഇല പോലെ വന്ന് ചക്കയും തിന്ന് രോഗങ്ങളെല്ലാം മാറിപ്പോയി. ചക്ക ഇങ്ങനെ പാട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ലൊരു ചക്ക ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.